നമസ്തേ എവരി വൺ. നമുക്ക് ഡക്ക് കൊണ്ട് നമുക്കുള്ള ശരീരത്തിനുള്ള ഡക്ക് കറി കഴിച്ചുകൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ചിക്കനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ്, ഹാർട്ട് ഹെൽത്താണ്, വൈറ്റമിൻ ബി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. വൈറ്റമിൻ B12 ഉണ്ട്, നിയാസിനുണ്ട്, റിബോഫ്ലാൻ ഉണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് അയൺ, സിങ്ക്, സെലീനിയം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയാണിത്. അതേപോലെ തന്നെ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. നമുക്ക് ഒരു ഹെൽത്തി മെറ്റബോളിസം വരാനായിട്ട് വൈറ്റമിൻ ബിയുടെ പിന്നെ എനർജി റിലീസ് വളരെ സസ്റ്റൈൻഡ് ആയിരിക്കും, കുറച്ച് കൂടുതൽ നേരത്തേക്ക് കാണും. അതുപോലെ തന്നെ നമ്മളിത് കറി വെച്ച് കഴിച്ചാൽ തന്നെ ചിക്കനെ കഴിഞ്ഞ് രുചിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടെ കാണും. പിന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ളത്, പിന്നെ ബ്രെയിന് വളരെ നല്ലതാണ്, കോഗ്നേറ്റീവ് ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വിഷൻ ബെറ്റർ ആകാനായിട്ട്, ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് എംബ്രിയോണിക് ഹെൽത്തിന് വളരെ നല്ലതാണ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് കഴിക്കുന്നത്. സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ്. സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അതിനകത്തുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വൂണ്ട് ഹീലിങ്ങിന് വളരെ നല്ലതാണ്. നമ്മളത് കഴിക്കുമ്പോഴത്തേക്കും റോസ്റ്റ് ചെയ്ത് കഴിക്കാം, ഗ്രില്ല് ചെയ്ത് കഴിക്കാം, കറിയായിട്ട് കഴിക്കാം, പല വിധത്തിൽ കഴിക്കാം. ഇതിന് നമുക്ക് പല ഫ്ലേവേഴ്സിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. എനർജി ആൻഡ് മെറ്റബോളിസം പെട്ടെന്ന് മെച്ചപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ മസിൽ റിക്കവറിക്കൊക്കെ അത് വളരെ നന്നായിട്ട് ചിക്കനെ പോലെ തന്നെ നമുക്ക് ഇതിന് നമുക്ക് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ചേർത്ത് കഴിക്കാം, വളരെ ബാലൻസ്ഡ് ആക്കാനായിട്ട്. പിന്നെ നമുക്ക് വൈറ്റമിൻസും ഉണ്ട്. ഇപ്പോൾ ഡൈജഷനും ഇത് വളരെ നല്ലതാണ്. ലിവർ ഹെൽത്തിയാണ്, കിഡ്നി ഹെൽത്തിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ബ്ലഡ് ഫ്ലോ ഒത്തിരി കൂട്ടാനായിട്ട് സഹായിക്കും. വളരെ ഡൈനിങ് പ്രിഫറൻസസ് നല്ലതാണ്, ഒരു ചേഞ്ചാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും വളരെ നല്ലതാണ്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ബ്രെയിൻ ഗ്രോത്ത് ആൻഡ് ബ്രെയിൻ ഫങ്ഷൻ, മൂഡ് റെഗുലേഷൻ, അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ മെൻ്റൽ ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഇതിവിടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും. എസെൻഷ്യൽ ന്യൂട്രിയൻസ് പലതും ഉണ്ട്. പോസിറ്റീവ് കൊളസ്ട്രോൾ ഇതിനകത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് BP കൂടാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മുടെ സെല്ലുകളെ റീജനറേറ്റ് ചെയ്യാനായിട്ട്, റിപ്പയർ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് വെയ്റ്റ് കൺട്രോളിൽ നമുക്കിതൊരു പരിധിവരെ ഉപയോഗിക്കാം, മോഡറേറ്റ് ആയിട്ടുള്ള ഈറ്റിംഗ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിയെ പൊതുവെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐ ഹെൽത്തിന് വളരെ നല്ലതാണ്. സ്കിൻ, ഹെയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില ഡിസഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്നോട് കൂടി കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഫാറ്റ്, അത് വലിയ പ്രശ്നമാണ്. ഓവർ ഈറ്റിംഗ്, എപ്പോഴും ഈ പറഞ്ഞതല്ല നമ്മളെല്ലാ ദിവസവും ഞാൻ പറയുന്നത് ഇത് കഴിക്കണമെന്നല്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യം, നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് എടുക്കാം, ഒരു പ്രശ്നമില്ല, വളരെ നല്ലതുമാണ്, വളരെ പോസിറ്റീവ് ഗുണങ്ങളാണ്. ഇനി നമുക്ക് പിന്നെ ഈ പറഞ്ഞ മറ്റുള്ളതിന് ഫുഡ് ബോൺ ഇൽനെസ് ഒക്കെ ഇതിന് നമുക്ക് സംഭവിക്കാം, പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന പോലെ. പിന്നെ നമുക്ക് ഡക്ക് ഫാമിങ്ങിൻ്റെ എത്തിക്സൊക്കെ പാലിച്ച് ചെയ്യുന്നിടത്തൊക്കെ കിട്ടുവാണെങ്കിൽ, പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സാൾട്ട് കൺസംഷൻ കൂടുന്നതിന് തുല്യമായി പോകും. അത് നമ്മുടെ BP-നെ ബാധിക്കും. അതുകൊണ്ട് മറ്റ് ഇതുകൂടെയൊക്കെ ചേർത്തിട്ടായിരിക്കണം ഇത് കഴിക്കേണ്ടത്. ഈ ഡക്കിന് മാത്രം കൃഷി ചെയ്യുന്ന വാട്ടർ പൊല്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിന് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൂടുതൽ കൊടുത്താൽ ചിലപ്പം, എല്ലായിടത്തും സാധ്യതയില്ല. അതേപോലെ തന്നെ പിന്നെ ഈ ഹോർമോൺ കുത്തിവെക്കെന്ന് പറഞ്ഞതൊന്നും കഥയില്ല, അതൊക്കെ ഇല്ലോജിക്കലായിട്ടുള്ള പ്രചരണമാണ്, ബാഡ് പ്രൊപ്പഗൻഡ. ഓക്കെ. പിന്നെ പെസ്റ്റിസൈഡുകൾ കൊടുത്ത സംഭവങ്ങൾ, ഇതിനെതിരെ തടിച്ചതോ ഒക്കെ ആയിട്ടുള്ള ഹെർബിസൈഡുകൾ, അത് കഴിച്ച ആഹാരങ്ങൾ ഇതിന് കൊടുക്കുക. അതിൽ നമുക്ക് സെക്കൻഡറി ആയിട്ട് നമുക്ക് വളരെ ചെറിയ തോതിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് കിട്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ മോഡറേറ്റ് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ, ഇതിനകത്ത് ഞാൻ ഈ പറയാത്ത കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് അത് ചിലപ്പോൾ ചിക്കനിൽ കാണത്തില്ലാത്തതായിരിക്കും. അപ്പോൾ ഡക്ക് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമില്ല, അത് വേണ്ട വിധത്തിൽ നമുക്ക് ശരിയാക്കി കിട്ടാനായിട്ടുള്ള തീന്മേശയിൽ അത് നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും എപ്പോഴും കഴിക്കാതെ
മാസത്തിൽ 1 ദിവസമോ 2 ദിവസമോ ഡക്ക് കഴിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല, യു ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് രുചിയോടുകൂടി കഴിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.